പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാശക്കൊട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ആയിട്ട് പക്ഷം ചേർന്നുകൊണ്ട് ഞങ്ങൾ ജയിക്കും, അവർ ജയിക്കും എന്നൊക്കെ സ്വയം വിലയിരുത്തുന്നുണ്ട്. അൻവറിൻ്റെ പക്ഷം അൻവറിൻ്റെ വിജയത്തെയും പ്രതീക്ഷിക്കുന്നുണ്ട്. തീരെ തള്ളിക്കളയുന്നില്ല. ഒരു സാധ്യത ഉണ്ട് എന്ന് നിരീക്ഷകരും പറയുകയും ചെയ്യുന്നുണ്ട്. നല്ല ജനകീയ പിന്തുണ അൻവറിന് കിട്ടുന്നു എന്നുള്ള ഗ്രൗണ്ട് സംസാരങ്ങളും ഉണ്ട്. എന്തു തന്നെയായിക്കഴിഞ്ഞാലും അൻവർ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അൻവർ രാജിവെക്കാനുണ്ടായ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിലമ്പൂരുകാർ ഗൗരവത്തിലെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അൻവറിന് സാധ്യതയില്ലാതല്ല. ഇതര രാഷ്ട്രീയക്കാർ വോട്ടുകൾ വിഹിതിച്ചെടുക്കുന്ന സമയത്ത് അൻവറിൻ്റെ ആശയത്തോട്, ആ പ്രശ്നത്തോട് സത്യസന്ധത പുലർത്തണമെന്ന് തോന്നുന്ന ആൾക്കാർ, അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ബോധ്യമാണ്. അൻവർ പറഞ്ഞ പോലീസിൻ്റെ പ്രശ്നങ്ങളും അൻവർ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും അതിനൊന്നും തന്നെ ഒരു ഗൗരവം അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന അല്ലെങ്കിൽ തിരുത്തലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നില്ലാതെ പോയതിൻ്റെയൊക്കെയും തന്നെ ചർച്ച ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഇല്ലാതെയല്ല. എല്ലാ ആൾക്കാരും കേഡർ സ്വഭാവത്തിൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നവരല്ലല്ലോ. പലരും വ്യത്യസ്തമായ രീതിയിൽ വാർത്തകൾ വായിക്കുകയും അനലൈസ് ചെയ്യുകയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ വിധി വരാൻ ഇടയുണ്ട്. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും PV അൻവർ പാവം അൻവറാണ്. പാവം അൻവറിനെ ഈ ഇലക്ഷൻ കഴിയൊഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പാവപ്പെട്ടവനാവാൻ തന്നെ സാധ്യതയുണ്ട്. അൻവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ PV അൻവറാണെന്ന്, പാവം അൻവറാണെന്ന്. എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എൻ്റെ സാമ്പത്തികത്തെ തകർത്തു, എൻ്റെ എല്ലാത്തിനെയും തകർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ അൻവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൻവറിൻ്റെ കൂടെയുള്ള നാട്ടുകാർ അൻവറിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളത്, അൻവറിനെ പാവമാക്കുമോ പടക്കാരനാക്കുമോ എന്നുള്ളത് കണ്ടറിയാം. കാത്തിരിക്കുക.